സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റും സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ പ്രസിഡന്റും കാന്തപുരം മുസ്താദ് ജനറൽ സെക്രട്ടറിയുമായുള്ള സംഘടനയാണ്. ഇത് ഈ സാധു പ്രസിഡന്റ് വിവരം അറിയില്ല. അയാൾ ആദ്യമായിട്ട് കയറ്റിയിരുത്തിയതല്ലേ. അപ്പൊ കൊടുത്തൊരു പ്രസ്താവന ഈ സംശയം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വ്യക്തമായി അവിടുത്തെ സീലും വെച്ച് എടുത്ത പകർപ്പ്. ഒന്നെടുത്ത് വായിച്ചു ഇവിടെ ബോധം കിട്ടുക. 1/34-35 നമ്പറായി രജിസ്റ്റർ ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 23/7/1999 നടന്ന വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്ത 2001 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ് താഴെ ചേർക്കുന്നു. ഇത് ഫയലിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഭാഗത്ത് കൊടുത്ത അപേക്ഷയാണ്. ഈ അപേക്ഷ സ്വീകരിച്ചിട്ട് രജിസ്ട്രാർ ഒപ്പിട്ടിട്ട് നമ്മളെ ലിസ്റ്റ് അതിന്റെ പകർപ്പാണ്. ഇതിൽ ആദ്യം തന്നെ കാണും. 1 സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ മംഗലാപുരം പ്രസിഡന്റ് മുദരിസ്. തൊഴിലാണ് മുദരിസ് എന്ന് പറഞ്ഞ്, അല്ലാതെ ചീത്ത പറയുന്നു കളഫ് പറയുന്നല്ല ജോലി. 2 MA അബ്ദുൽ ഖാദർ ഹുസൈൻ വൈസ് പ്രസിഡന്റ് മുദരിസ്. 3 MA മാനപ്പ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മുദരിസ്. 4 C അബ്ദുറഹ്മാൻ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മുദരിസ്. K കുഞ്ഞഹമ്മദ് മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മുദരിസ്. AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉണ്ണികുളം കോഴിക്കോട് ജനറൽ സെക്രട്ടറി മുദരിസ്. KP ഹംസ മുസ്ലിയാർ സെക്രട്ടറി മുദരിസ്. P അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെക്രട്ടറി മുദരിസ്. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം സെക്രട്ടറി മുദരിസ്. സയ്യിദ് അലി ബാബജി തങ്ങൾ ട്രഷറർ മുദരിസ്. ഇനി ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളുടെ പേരിന്റെയും അവസാനം 40ാമത്തെ വ്യക്തി, 39 പാവപ്പെട്ട ഞാനാണ്. 40ാമത്തെ വ്യക്തി അതടക്കം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട് പാലക്കാട് മെമ്പർ മുദരിസ്. ആദ്യം മുതൽ അവസാനം വരെ മുദരിസ്. നിങ്ങളെ ലിസ്റ്റ് ഒന്ന് വസീകരിച്ചിട്ട് മുദരിസ് എന്ന് പറയാൻ പറ്റുമോ? മുദരിസ് എന്ന് പറയാൻ പറ്റുമോ? എന്താ ഉണ്ടാകുക? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത് തന്നെ മറ്റേ പാർട്ടിയിലെ അതല്ലേ ഈ മുദരിസുമാരായ 40 ആളുകളുടെ ലിസ്റ്റ്. അവിടെ അന്ന് മാത്രമാണോ? ഇതൊരു കൊല്ലത്ത്. പിന്നെ 2001-2002 പിന്നെ 2002-2003 പിന്നെ 2003-2004 പിന്നെ 2004-2005 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ ലിസ്റ്റ്. ആരാ പ്രസിഡന്റ്? പേരും വിലാസവും കേട്ടോ, ബോധം കിട്ടുന്നില്ല. ആരാ? സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി പ്രസിഡന്റ് മുദരിസ്. 2 MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മുദരിസ്. AV മാനപ്പ മുസ്ലിയാർ വൈസ് പ്രസിഡന്റ് മുദരിസ്. E സുലൈമാൻ മുസ്ലിയാർ ഹിയാഉസ്സുന്ന വൈസ് പ്രസിഡന്റ് മുദരിസ്. AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ജനറൽ സെക്രട്ടറി മുദരിസ്. KP ഹംസ മുസ്ലിയാർ സെക്രട്ടറി മുദരിസ്. P അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെക്രട്ടറി മുദരിസ്. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം സെക്രട്ടറി മുദരിസ്. ഇനി ബാക്കി മുഴുവനും മുദരിസുമാർ തന്നെ. ഇത് 2004-2005 ഇനി ഞാനൊരു ചെറിയ വെല്ലുവിളി. നാളെ തന്നെ രജിസ്ട്രാറാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് നാടൊട്ടാകെ പ്രസംഗിച്ച് നടക്കുന്ന സമസ്തക്കാരെ, അത് എന്ത് സമസ്തയാ അതിപ്പോ പറയുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ചേളായി ആ സമസ്തക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ സമസ്ത മുശാവറയിൽ ഒരു അംഗമാണെന്ന നിലക്ക് ആധികാരികളെ തന്നെ വെല്ലുവിളിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നാളെ നിങ്ങൾക്ക് സ്വാധീനമുള്ള പത്രത്തിലോ അല്ലാത്ത പത്രങ്ങളിലോ വേണ്ട, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊള്ളാം, പത്രം നിങ്ങൾ എടുക്കുന്നു, നിങ്ങൾ കൊണ്ടുതന്നെ വെച്ചാൽ മതി. എന്താ വേണ്ടത്? കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാറുടെ സീലും ഒപ്പും വെച്ചിട്ട് 2004-2005 അതായത് കാലം അതറിയില്ലേ, വർഷം അറിയില്ലേ, 2004-2005 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളെ പ്രസിഡന്റും നിങ്ങളെ സെക്രട്ടറിയുമായിട്ടുള്ളതാണെന്ന് പറയുന്ന ഒരു രേഖ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ വാങ്ങിക്കൊണ്ടുവന്ന് തന്നാൽ നാളെ സിറാജിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു കൊള്ളാം. കൊണ്ടുതരാൻ ധൈര്യമുണ്ടോ? അപ്പോ എന്തിനാ ഞങ്ങൾ പോയതെന്നറിയോ? ഒരർത്ഥമില്ലാത്ത കേസിലാ കാന്തപുരം പോയതെന്നാ ഇവിടുത്തെ ആള് പ്രസംഗിച്ചത്. കാന്തപുരം പോയത് അതിനല്ല, ഞങ്ങൾക്ക് ഈ രജിസ്ട്രാർ പറഞ്ഞതാണ് ശരിയെന്ന് അന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളെ കൊണ്ട് എപ്പോഴും പറയിക്കണം. അതിന് സുപ്രീം കോടതിയിൽ ഒരു വിധി വേണം. രജിസ്ട്രാർ പറഞ്ഞു റെഡി എന്നൊരു വിധി അവിടെ വാങ്ങിവെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതങ്ങെടുത്ത് കാണിച്ചാൽ മതിയാ. രജിസ്ട്രാർ പറഞ്ഞല്ലേ റെഡി, രജിസ്ട്രാർ വാങ്ങിവെച്ചതല്ലേ റെഡി. എന്നാ വർഷം
വർഷങ്ങളായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലിസ്റ്റ് ഞങ്ങളുടെ ഭരണസമിതിയാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ടാ പറയുന്നത്, സമസ്ത നിങ്ങളുടേതാണെന്ന് വാദമുണ്ടെങ്കിൽ പോകണം നിങ്ങൾ കോടതിയിലേക്ക്. അതിന് മുതലക്കുളത്തല്ല വരേണ്ടത്, കോടതിയിലാണ് വേണ്ടത്. കോടതിയിൽ പോയി ഈ എത്രയോ വർഷങ്ങളായി കാന്തപുരം ജനറൽ സെക്രട്ടറിയായി, ഉള്ളാത്തങ്ങൾ പ്രസിഡന്റായി ഉള്ള ലീസ്റ്റാണ് അവിടെ ഉള്ളത്. ഞങ്ങളുടേതാകുന്നു സമസ്ത, അതുകൊണ്ട് വിനീതമായി ഞങ്ങളതാണ് സമസ്ത, തീരുമാനം തരണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയിക്കോളൂ. ചേളാരിക്കാരെ, നിങ്ങൾ വിഷയം അറിയാതെ വെറുതെ നടക്കുന്നു. സുപ്രീം കോടതി വിധിയുണ്ടായി പോലും. അതെ, മുമ്പ് 985 ഒരു സുപ്രീം കോടതി വിധിയുണ്ടായി. ആ 985 സുപ്രീം കോടതി വിധി എന്തായിരുന്നു? അത് ഷാബാനു കേസിൽ ശരീഅത്തിനെതിരെ ഒരു വിധിയാണ്. അവിടുന്ന് തുടങ്ങി അൽഹംദുലില്ലാ സുപ്രീം കോടതിയുടെ വിധി 20 കൊല്ലം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു. ഈ പൂർത്തീകരിച്ചതിനുള്ള ആഹ്ലാദത്തിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇത് തുറന്ന് പുറത്തു പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളൊക്കെ പുറത്തു വരട്ടേന്ന് വിചാരിച്ചതാണ് ഇത് തുറത്തു പറയാതിരുന്നത്. നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു തീരട്ടെ, മിസ്റ്റർ ആൾക്ക് തന്നെയാണ് അധികാരം എന്ന് പ്രസിഡന്റിനെ പറയട്ടെ. അതും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി സമസ്തയുടെ പേരും പറഞ്ഞ് അപ്പുറത്തുള്ളവർ നടക്കരുത്. ഇതാണ് നമ്മൾ പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിവിടെ എന്തിനു രൂപീകരിച്ചു, എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നേരത്തെ അതിന്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ് AP മുഹമ്മദ് മുസ്ലിയാർ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അപ്പുറത്തെ സമസ്ത അവരോട് ഞങ്ങൾക്ക് ഒരു ചെറിയ വാചകം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിച്ചുവിടരുത്. കാരണം ഞങ്ങൾ